എടേ ആ പൈസ അങ്ങ് ഇട്ടോടെടി. എത്ര വേണം? 10,000 രൂപ. എനിക്ക് ഈ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യാൻ പേടിയാണേ. അതാണ് നിന്റെ അടുത്ത് ഞാൻ പറയണത്. പേടിക്കാണ്ടിരിക്കണം. പിന്നടി എന്തോ ഒരു പേടി, പൈസയുടെ പരിപാടിയൊക്കെ ഇല്ലേ. ഓ ഇനി രവിയേട്ടൻ്റെ നെഞ്ചിലെ കല്ലെറിഞ്ഞിക്കോളൂ, സമാധാനമില്ല. എന്തൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് അവസാനം എല്ലാം തകിടം പറയുമ്പോൾ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ഒരു കാര്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്തോ? അതെ, അവൻ പറഞ്ഞ കാര്യമൊക്കെ തന്നെ. എന്തായാലും നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിക്കും. എങ്ങനെ വാങ്ങിക്കും? വാങ്ങിക്കും. പക്ഷെ വാങ്ങിച്ച സാധനം ഇവിടെ എത്തണത് വരെ രവിയേട്ടൻ സംഭവം അറിയാൻ പാടില്ല. ഞാൻ പറയുന്നു. നീ പറയില്ല, നീ നിന്റെ ഭർത്താവിനെ എനിക്ക് പേടിയുള്ളൂ. അവനെ പോലെ ഓട്ടവായല്ലേ നീ. ഇല്ല, ഞാൻ പറയുന്നു. നീ പറയാതിരുന്നാ മതി. എങ്ങനെ വാങ്ങിക്കും? പ്ലാൻ പറ. അവൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് പഴയ ഫ്രിഡ്ജിന് വിൽക്കാം. അതിന്റെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് 5,000 രൂപ എന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ടല്ലോ. ബാക്കി നമുക്ക് EMI എടുക്കാമല്ലോ. അങ്ങനെ വിചാരിച്ച സാധനം നടക്കണമല്ലോ, നമുക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ചെയ്യാം. ഒരു കാര്യം ചെയ്യും, നമുക്കത് വിൽക്കാനുള്ള പരിപാടി നോക്കാം. ഒരു ഫോട്ടോ എടുത്ത് നീ മറ്റേ വിൽക്കണ സൈറ്റ് ഉണ്ടല്ലോ അതിലിട്. ഇടുമല്ലേ ചേച്ചി? അതൊക്കെ ആരെങ്കിലും വാങ്ങിക്കോ ചേച്ചി? നോക്കാം, ഉള്ളത് കിട്ടിട്ട് നോക്കാം. അമ്മച്ചി സബാഷ്. എന്തോന്നല്ലേ, നമ്മൾ പരസ്യത്തിലൊക്കെ ഫ്രിഡ്ജ് കാണുമ്പോൾ ഒരേപോലുള്ള ഫ്രൂട്ട്സ്, കുറെ ഭംഗിയുള്ള സംഭവങ്ങൾ, നല്ല വൃത്തിക്ക് ഫ്രിഡ്ജ് ഇരിക്കുന്നു, പുക വരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. പുക വരുത്തിയേ തീയൊന്നും കണ്ട. ഇത് സാധാരണക്കാരന്റെ ഫ്രിഡ്ജാണ്. നിങ്ങള് പഴഞ്ചോറും പാലും മാവും ഒക്കെ തന്നെ വെക്കണത്. ഇത് ഉരുട്ടി ഉരുട്ടി വെക്കാൻ പറ്റൂല. ഈ കൈ വേണ്ട, ഇത് നമ്മൾ കൊടുക്കുന്നില്ല. എടുത്തു. ഓ, ഈ അഴുക്കൊക്കെ കുഴപ്പമില്ലല്ലേ? തുടച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെയല്ലേ കൊടുക്കാൻ പോണേ. അങ്ങനെ തന്നെ ഇട്ടാ മതി. തുടച്ചു കൊടുക്കാം. നീ ഉടക്കെങ്കിൽ തുടച്ചോ. എടി എന്റെ ഫോണിലടി എടുക്കണേ. ഓ, ഇത് മറ്റേ പരസ്യം ഇടുന്നത് എന്റെ ഫോണിലാ. ഓ, അത് നിന്റെ ഫോണിൽ ഇട്ടാ പോരായിരുന്നാ? അല്ലാണ്ട ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിന് നോട്ടിഫിക്കേഷൻ വന്ന് അറിയണ്ടേ ചേച്ചിക്ക്? ഇവിടെ ആരെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ വിളിക്കൂ. പിന്നെ വിളിക്കാത്തെന്ത്? ഇങ്ങനത്തെ ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കാൻ ആളുണ്ടാവുമായിരിക്കും അല്ലേ? എത്ര രൂപ ഇടണം? എത്ര രൂപ ഇടാൻ പറ്റും? എത്ര കിട്ടും? എത്ര കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6,000 രൂപ. ഓ, ഇട് 6,000 ഇടട്ടോ. ധൈര്യം ഇട്ടോ. ഇത് വാങ്ങിച്ചപ്പോ എത്രയായിരുന്നു? 12 രൂപയ്ക്ക് വാങ്ങിച്ചാണ്. ചേച്ചിക്ക് 6,000 വേണം തോന്നിയല്ലോ. ഓക്കെ, നമ്പർ കൊടുത്തിട്ടുണ്ട്, ആഡ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആൾക്കാർ മെസ്സേജ് അയക്കും. മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ വിളിച്ചാൽ നമ്മൾ വിളിക്കണോ? അവരിങ്ങോട്ട് വിളിക്കൂലേ? അവരും വിളിക്കുമായിരിക്കും. എനിക്കതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. എനിക്കും അങ്ങനെ ഇല്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ. എന്തോടി കുണുകുണു ശബ്ദം കേൾക്കുന്നു? മെസ്സേജ് വന്നിരിക്കണം. നോട്ടിഫിക്കേഷൻ പറഞ്ഞ നമ്മൾ ആഡ് കൊടുത്തില്ലേ അതിന്റെ? രവീന്ദർ തൊടുവായ എന്തോടി? ഗംഗാധർ ദോങ്കടെ, പേരുകളൊക്കെ. വീരേന്ദർ ഗുമ്മ. എന്ത് പേര് ഇതൊക്കെ? എനിക്ക് തോന്നണേ നമ്മളിവിടെ കൊറേ ഹിന്ദിക്കാരന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വല്ലതും വേണ്ടിട്ടായിരിക്കും. എല്ലാവർക്കും ഓക്കെ ആണല്ലോ. ഞാൻ വെച്ച ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാനും വിചാരിച്ചേട്ടാ. ഒരു തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മെസ്സേജ്. അവൻ തന്നെ തൊഗാടിയേക്ക് വേണമെന്ന്. പിന്നെ കൊടുക്കാല്ലോ വെച്ചേക്കണം. വാങ്ങി മെസ്സേജ് അയക്കി. ഇത്രയും ഡിമാൻഡ് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പൈസ ചോദിക്കാറുണ്ട്. സത്യം കേട്ടാ. ഞാൻ ചുമ്മാ ചോദിച്ചു നോക്കട്ടെ. ഒരു 1,000 രൂപ കൂട്ടി തരും. ചോദിച്ചു നോക്കട്ടെ. കിട്ടണമെങ്കിൽ ഇരിക്കട്ടെ. തെറിക്കോ? കേക്കട്ടെ. കിട്ടിയ ഊട്ടി. തൊഗാടിയാ ഒരു 7,000 രൂപയ്ക്ക് നമുക്ക് തരാം. ഓക്കെ. അയ്യോ, അങ്ങനെയാണെങ്കിൽ 8 ചോദിക്കായിരുന്നു. വേണ്ട ചേച്ചി, അത്യാഗ്രഹം വേണ്ട. കിട്ടിയിരുന്നെങ്കിലാ? കിട്ടി കയ്യിലിരിക്കൂലേ? വേണ്ട, 7,000 രൂപ മതി. അത്യാഗ്രഹമായി പോയി. സെൻഡ് യുവർ വാട്സാപ്പ് നമ്പർ. അയച്ചോടും. കൊടുക്കട്ടാ തൊഗാടിയേക്ക്? കൊടും. സെൻഡ്. ചേച്ചി, ആ തൊഗാടി ഉണ്ടല്ലോ, 1,000 രൂപ അഡ്വാൻസ് അയച്ചിട്ടുണ്ട്. പൈസ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യും. എങ്കിൽ ബാക്കിയും കൂടെ ഇടാം. നോക്ക് പൈസ വന്നിട്ടുണ്ടോ? വാട്സാപ്പിലല്ലേ?
ഇതൊരു ലിങ്ക് ആണ് തന്നേക്കണത്. ലിങ്കാ? നോക്കി നോക്ക്. അതിൽ കയറി ചെക്ക് ചെയ്യാൻ പൈസ വന്നിട്ടുണ്ടോ. അതാ പാസ്വേഡ് അടിക്കാം. പാസ്വേഡ് തോന്നായിരുന്നു. ഓ വന്നാ പൈസ വന്നാ? 1000 rupees ഡെബിറ്റഡ്. ഡെബിറ്റഡാ? എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയിന്നാ? അതിങ്ങോട്ട് വന്നോ ചേച്ചി? അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടായിരുന്നേ? 5000 6500 രൂപ. അയ്യോ 6200. ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് വേറെ ഏതോ അക്കൗണ്ടിലോട്ട് പൈസ പോയെന്ന്. അതെങ്ങനെ പോയി? എന്റെ ഭഗവാനെ, കൊല്ലും. പൈസ പോയാ? എന്തുവാണ് നീ പിടിച്ച് ചെക്ക് ചെയ്ത്? ഞാൻ ഒന്നും ചെയ്തില്ല. ചേച്ചിയല്ലേ പാസ്വേഡ് കൊടുത്തത്? ഞാൻ പാസ്വേഡ് അടിച്ച് നീ അടിക്കാൻ പറയുമ്പോ ഞാൻ അടിച്ചല്ലേ ഉള്ളൂ. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അടുത്തല്ലേ ഇരിക്കണ ചേച്ചിയുടെ. എടി എന്തോന്നാണെന്ന് എനിക്ക് അറിഞ്ഞു. പൈസ പോയാ? എന്റെ ദൈവമേ, ഇങ്ങനെ അറിഞ്ഞു രവിയുടെ അടുത്ത് എന്റെ കാര്യം പറയല്ലേ, ഞാൻ അതിലുണ്ടെന്നേ പറയല്ലേ. പിന്നെ എല്ലാം ചോദിച്ചു ഞാൻ ഇങ്ങനെ നിന്ന് ഡൈവോഴ്സ് ചെയ്യും. അറിഞ്ഞൂടാ. ഉള്ള പൈസയും പോയിപ്പിച്ച് ഇതൊന്നും പിടിച്ച് ചെക്ക് ചെയ്ത്. ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് അയാൾ അയച്ച ലിങ്കിൽ കയറിയല്ലേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ട്? എന്റെ പൈസയല്ലേ പോയത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിക്കാം. നിന്റെ ഭർത്താവിനാകുമ്പോ എല്ലാം ഉടായ്പ പറയും. പോയി ചോദിക്കും. വാ.